ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. കുറെ ആൾക്കാർ ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് എന്നോട് കുറെ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ കുറെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ഒരു ടൈപ്പ് ചെയ്തിട്ട് വിട്ടായിരുന്നു. കാരണം ഓൻ്റെ കുറച്ച് ഉടായ്പകളും ചെറ്റത്തരങ്ങളും എനിക്ക് പേഴ്സണലി ആയിട്ട് മെസ്സേജ് അയച്ച് വന്നത് കൊണ്ടും ഞാൻ ആ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇട്ടുന്നു. ഓരോരാൾ ആരെ കൂടെ പോകുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ പല ഗേൾസിൻ്റെ ഒക്കെ പോകുന്നതെല്ലാം എന്താ പറയുക, അതിപ്പോൾ ലീഗലി ആണല്ലോ, അതൊന്നും പ്രശ്നമില്ലല്ലോ. പിന്നെ ഓന അങ്ങനെ എത്ര ഗേൾസിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എല്ലാവർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധം ഉണ്ടായത് കൊണ്ടാണോ നീ ആ സ്റ്റോറി ഇട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മെയിനായിട്ട് പറയാൻ നിന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാസർഗോഡത്തെ ഒരു പെണ്ണ് ഇവനായിട്ട് റിലേഷൻ ഉണ്ടായെന്നും പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര കത്തിക്കുന്ന രീതിയിൽ ഫുള്ള് കുറേ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിരുന്ന് ആ പെൺകുട്ടീനെ പറ്റിയിട്ട്, അതായത് നമ്മൾ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു പെണ്ണിനെ പറ്റിയിട്ട് തേച്ച് ഓളങ്ങനെ ആക്കി ഓളിങ്ങനെ ആക്കി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവളെ ചിത്രീകരിച്ചത് മനസ്സിലായി. മലപ്പുറത്തെ ഒരു ചെക്കനെ കാസർഗോഡത്തെ ഒരു പെണ്ണ് തേച്ചെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ കുറേ സാധനം ഇങ്ങനെ ഇട്ടിട്ട് കുറേ ഗേൾസിന്റെ ആ ഒരു സെന്റിമെന്റ്സ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ യഥാർത്ഥത്തിൽ സത്യം അത് എന്താ, ഇപ്പൊ നിങ്ങളെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ട്. പ്രേമൊക്കെ പൊട്ടിയതിനു ശേഷം ഫുള്ള് അടിച്ചുപൊളിയാണല്ലോ, ഫുൾ ടൈം ബീച്ചിലാണല്ലോ. എന്നോട് ഈ ലോന് നിങ്ങൾ പറയുന്ന ശരിക്കായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടോ, പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ലൈഫ് സെറ്റാണല്ലേ. ഇപ്പോഴത്തെ തലമുറന്റെ പ്രേമത്തിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? മച്ചാമാരെ, നിങ്ങളെ ലൈഫില് നിങ്ങൾ എന്താണ് വിചാരിക്കണേ? ആ കാര്യത്തിൽ എത്ര എന്നുണ്ടെങ്കിൽ പ്രേമം വേണ്ടല്ലേ? എനിക്ക് പറയാനുള്ളത് സിംഗിൾ ലൈഫ് ഒറ്റക്ക് നടക്കുക, സമാധാനം ഉണ്ടാവും, ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും. പ്രേമത്തിലാണെന്നുണ്ടെങ്കിൽ ഫാമിലിന്റെ സമാധാനം കിട്ടൂല, സ്വന്തം ബിസിനസ് നടക്കൂല, ഇതേപോലെ നമ്മൾ നടക്കണില്ലേ, ഫ്രീഡം ഉണ്ടാവില്ല. എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് എന്റെ പ്രേമം. പക്ഷെ ഞാനിപ്പോ പ്രേമം പോയതിനു ശേഷം അൽഹംദുലില്ലാ ലൈഫ് സെറ്റിലാണ്. അതുപോലെ എല്ലാവരുടെ ലൈഫും സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ പ്രേമില്ലാതെ ജീവിക്കുക, പിന്നെ പ്രേമിക്കുക. പക്ഷെ അതിനൊരു കൺസൈൻമെന്റ് ഉണ്ട്. പ്രേമിക്കുക, പ്രേമില്ലാണ്ട് ലൈഫ് മുന്നോട്ട് പോകും. ഇങ്ങനെ കുറെ ആളെ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. കുറെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നടക്കുന്നവർക്ക് പിന്നെ ഇങ്ങനത്തെ ഈ പ്രേമത്തിന്റെ ഒന്നും ആവശ്യമില്ല. പ്രേമിക്കണ നല്ലത് ഏതെങ്കിലും നല്ല പേരത്തെ കുട്ടിനെ പ്രേമിക്കണല്ലോ. നല്ലൊരു പോയിന്റ് ആണ്. പണ്ട് ഞാൻ ബീച്ചിൽ വന്നപ്പോ ബീച്ചിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, കോള് എന്ത് വീഡിയോ കോള്. എത്ര പെൺപിള്ളേരെ നീ ബീച്ചിൽ കണ്ട് പരിചയപ്പെട്ടിട്ട് എത്രണ്ണത്തിനെ നീ എടുത്തിട്ടുണ്ട്? കുറേ ഉണ്ടല്ലേ, അത് നിൽക്കന്നെ ചില സമയം കൗണ്ട് ചെയ്യാൻ പറ്റൂല. അത് വേറെ കാര്യം. എടാ മോനെ, അയ്യോടെ ബീച്ചിലാണ്, എന്റെ കൂടെ അപ്പുറത്താരല്ലേ പെൺകുട്ടിയാണെന്ന് ആരുമില്ല. കസിൻസിന്റെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് എന്താ സീനായിരുന്നു? കസിൻസിന്റെ ഫോട്ടോ ചോദിക്കും, ഇതാരാ ഏതെങ്കിലും ഇപ്പൊ ഒരു ഫാൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പെൺകുട്ടികളൊക്കെ ഒന്ന് ഫോട്ടോ പോലെ പിറ്റേ ദിവസം പറയും ഇവളെ കെട്ടിക്കോ, എനിക്ക് മെസ്സേജ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും. ഇപ്പൊ സെറ്റാണോ? ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ പുതിയ തലമുറയോട് പറയാളെ ഞാൻ ഫാൻസിലും വന്നിട്ട് ഫോട്ടോ എടുത്താല് അങ്ങനെ ഇങ്ങനെ, അതായത് ആ റിലേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് കുട്ടി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. അതായത് ഞാൻ അവളെ കെട്ടിക്കോ അങ്ങനെ ഇങ്ങനെ, അത് നോർമലി ലവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നം. പക്ഷെ നിന്നെ തേച്ചതും പിടിച്ചതെന്നുള്ള അതിന്റെ യഥാർത്ഥ റീസൺ എന്തെന്നുള്ളത് നിനക്ക് നല്ലോണം അറിയാലോ. ഏതൊരു പെണ്ണും ഇങ്ങനെ കണ്ട ആൻറ്റിമാർക്ക് മെസ്സേജ് അയക്കണത് ഒരു ലിമിറ്റ് വെച്ചിട്ട് പറഞ്ഞു തരും. അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അയാളെ ഒഴിവാക്കി തന്നെ ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആൻറ്റി ലവറൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെല്ലാം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പേഴ്സണലായിട്ട് നല്ല നല്ല കുടുംബജീവിതം നയിക്കാൻ ഒരു പെണ്ണിനെ നോക്കാനൊന്നും അങ്ങനത്തെ ആക്കൊന്നും പറ്റൂല എന്തായാലും. അത് വേറെ കാര്യം. ഓളോ ഒഴിവാക്കിയത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. പിന്നെ അത് നീ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന എന്ത് റീസൺ ഉള്ളത്? അവള് നല്ലൊരു കുട്ടിയായതുകൊണ്ട് നിന്നെ പറ്റിയിട്ട് പുറത്തൊന്നും അറിയിക്കാണ്ടും കുറേ തെളിവുകൾ ഉണ്ടായിട്ടും, ഒരുപാട് തെളിവുകളുണ്ട് നിന്റെ A to Z കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും അവൾ ആ മര്യാദയിൽ മിണ്ടാണ്ടിരുന്ന് പോയത്, അത് എന്താ പറയുക, അവളൊരു നല്ല മനസ്സുണ്ടായതുകൊണ്ട് അങ്ങനെ പോയത്. പക്ഷെ നീ എന്നിട്ട് ആ കുട്ടീനെ ഒന്നും മിണ്ടാണ്ടും നീ ഇങ്ങനെ കണ്ട ആൻറ്റിമാർക്കെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൻ്റെ സ്വഭാവം അങ്ങനെയാണോ, കുണ്ടനാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ച് പറയാൻ നിന്നിട്ടില്ല ആ കുട്ടി. എന്നിട്ട് ഇവൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, വേറൊരു സംഭവം ഉണ്ട് കാണിച്ചാൽ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോട്ടോ. അൽഹംദുലില്ലാ ഓള് പോയതിനു ലൈഫ് സെറ്റിലായി. എന്തേ എടാ, അമേരിക്കൻ എക്സ്പ്രസ് പോകണല്ലേ, പൈസ കൈവന്ന് പോകണം. എനിക്കറിയാം ഓള് പോയ പിന്നെ ലൈഫ് സെറ്റായി. അമേരിക്കൻ എക്സ്പ്രസ് പോകുന്ന പോലെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. ഈ കുട്ടി പറയണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 5 പൈസ ആ സമയത്ത് ഇവന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. 5 പൈസ ഒരു ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു ഫോൺ വാങ്ങി കൊടുത്ത്, ഐഫോൺ 16 Pro ഫോൺ വാങ്ങിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് ഓൻ 5 ഒരു ചായ വാങ്ങിച്ചു തരാൻ വരെ പൈസ ഇല്ലാതെ ചെക്കനാണ്. 5 ഓനക്ക് ഫോൺ തന്നെ ഒരു കുന്ത് എനിക്ക് തന്നിട്ടില്ല എന്നാണ് അവള് പറയുന്നത്. ചില ദിവസം യോനിപ്പി പറയുന്ന കുട്ടി കാസർഗോഡിന് എത്ര ലവർ ഇവനക്ക് ഉണ്ടായിന്ന് അറിയില്ല. അതുകൊണ്ട് അതിന് ഏത് പെണ്ണിനാണ് ഈ ഫോൺ കൊടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടായ ആ കുട്ടി പറയണത് ഇങ്ങനെയാണ്, എൻ്റെ ലവറായിരുന്നു, ഞാൻ കുറേ മാറ്റിയെടുക്കാൻ നോക്കി, പക്ഷെ ഓൻ മാറുന്നില്ല.
അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഒഴിവാക്കിയെന്നുള്ളത്. പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കണ്ട വീഡിയോസ് ഇത് എത്ര പ്രാവശ്യം നീ നിന്റെ പേജിൽ ഇങ്ങനെ മാറ്റി ഇട്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. നല്ല ഇവൻ പറയുന്നത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവൻ ഒഴിവാക്കിയെന്നുള്ളത്. അത് ബ്രോ അല്ല മറ്റേ മലപ്പുറത്ത് കാസർഗോഡ് വന്നിട്ട് പ്രേമിച്ചത് ഇപ്പൊ എന്തായി? ഇപ്പോഴോ എത്താനോടൊക്കെ പറയാ അച്ചു എന്നോട് പറയുകയാണെങ്കിൽ ഭയങ്കര ഷോക്കാണ്. എന്ത് പെണ്ണ് പോയി ഓള് വെച്ചാ അവള് വെച്ച് കാര്യമായിട്ട് വീഡിയോയിൽ ഇച്ചിരി പാറുന്നുണ്ടായില്ല. എല്ലാം ഒക്കെ പോയടാ. റീസൺ എന്താ അറിയോ? ഇത്ര ദിവസം എനിക്കറിയില്ല, റീസൺ എനിക്കറിയില്ല. ഓളിട്ടിട്ട് പോയതാ? ഓള് പോയി. പക്ഷെ അൽഹംദുലില്ലാ ഓള് പോയതിനു ശേഷം ലൈഫ് സെറ്റിലായി. എന്തേ? എടാ അമേരിക്കൻ എക്സ്പ്രസ് പോണല്ലേ പൈസ കൈവന്ന് പോണേ, എനിക്കറിയോ? പെണ്ണുണ്ടാവും പറഞ്ഞരാ സത്യം പറയണല്ലോ, ലോങ് ഒന്നും പ്രയോഗിക്കരുത്. എന്തേ? ഒരു കാണാൻ വരവില്ലേ ഓൾക്ക്? എടാ ഓപ്പൺ ആയിട്ട് പറയാ, നല്ല സങ്കടമുണ്ട്. നമ്മളിപ്പോ പെണ്ണുങ്ങളെ സ്നേഹിക്കുമ്പോ ട്രൂ ആയിരിക്കണം. പിന്നെ ഉച്ചക്കൊക്കെ നമ്മള് നോർമലി നമ്മളെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോ നന്നായിട്ട് ഫുഡ് കൊടുക്കും, ഒക്കെ കൊടുക്കും. ഓളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയും വിളിച്ചാണ്ട് അനക്ക് സ്നേഹിക്കാറില്ല, എനിക്ക് തിന്നാൻ തരലില്ല. എടാ പിന്നെ ഒരു ഫോൺ വാങ്ങി കൊടുത്ത്, ഐഫോണ് 16 Pro. ബ്രേക്കപ്പ് 16 Pro എടുത്ത് പറയുന്നത്. ഐഫോൺ വാങ്ങിച്ചു കൊടുത്ത് 16 Pro ഫോണൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് എനിക്കിട്ട ഇൻഫർമേഷൻ. ഇനി വേറെ ഏത് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തെന്ന് അറിയില്ല. ചില സമയം ഇവന്റെ സ്റ്റോറി ടൈപ്പിന്റെ കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, കുറേ ചെറ്റത്തരങ്ങൾ. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ കാശ് കൊടുത്ത പെണ്ണിനെ ഒരുമാതിരി എന്താ പറയുക തേച്ചതിൻ്റെ ആ ഒരു റീസൺ ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയിക്കണം എന്ന് മാത്രം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇങ്ങനെ ഒരുപാട് ചെറ്റത്തരങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരെ എല്ലാവരും തലയിൽ കൊണ്ടു നടക്കുകയുള്ളൂ. എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം നിൻ്റെ വീട്ടിലും ഓൻ വരില്ല എന്നുള്ളത് ഒരു ഉറപ്പിക്കാനും പറ്റൂല. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യം ഉണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമില്ല, പാർട്ട്ണറൊന്നും ഇല്ലാതെ ലൈഫ് സിംഗിളായിട്ട് നടക്കുന്നത്, അത് അടിപൊളിയാണ്. ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണ് നീ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കരുത്, ഓക്കെ? ഒരുമാതിരി മോശമായിട്ട് പറയരുത്. കുറേ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ പോയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളൊക്കെയാണ്. കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒറ്റൊരു കാര്യം എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ, ബൈ.